ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 ഓഗസ്റ്റ് 18 മുതൽ 24 വരെ മലയാള മാസം 1200 ആണ്ട് ചിങ്ങം 2 മുതൽ 8 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും, പുത്രസ്ഥാനത്ത് സൂര്യനും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധശുക്രന്മാരും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനവരവും ചെലവും ഒരുപോലെ വർദ്ധിക്കും. സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങളും ഭാഗ്യഹാനിയും പ്രതീക്ഷിക്കാം. മനസ്സിന് അസ്വസ്ഥതകൾ വർദ്ധിക്കും. കുടുംബകലഹം, ജപധ്യാനാദികൾക്ക് മുടക്കം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ബന്ധുഗുണവും സന്താനഗുണവും പ്രതീക്ഷിക്കാം. തൊഴിൽ പുരോഗതി, സന്തോഷാനുഭവങ്ങൾ, കാര്യതടസ്സം, ശയനസുഖം എന്നിവ ഉണ്ടാകും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ചൊവ്വയും വ്യാഴവും, സുഖസ്ഥാനത്ത് ആദിത്യനും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധശുക്രന്മാരും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. രക്തസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദേശാന്തര ഗമനത്തിനും സ്ഥാനഭ്രംശത്തിനും സാധ്യത കാണുന്നു. കാര്യതടസ്സത്തിന് യോഗമുണ്ട്. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടും. ധനലാഭവും ബന്ധുസമാഗമവും യാത്രാഗുണവും ഉണ്ടാകും. അധികാര സ്ഥാനപ്രാപ്തിയും വാഹന ശയനസുഖവും പ്രതീക്ഷിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അലച്ചിലും കഷ്ടപ്പാടും വേണ്ടിവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയഭാവത്തിൽ കുജനും വ്യാഴവും, സഹോദരസ്ഥാനത്ത് ആദിത്യനും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധശുക്രന്മാരും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ്. ഗൃഹവാഹനാദി ലാഭത്തിന് യോഗമുള്ള കാലമാണ്. ഹൗസിംഗ് ലോൺ സാങ്ഷൻ ആവാൻ ഇടയുണ്ട്. കലഹപ്രവണത ഉടലെടുക്കും. ധനലാഭവും ശത്രുനാശവും ഉണ്ടാകും. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ആദിത്യനും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധശുക്രന്മാരും, അഷ്ടമത്തിൽ ശനിയും, ലാഭസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. അഭീഷ്ടകാര്യസിദ്ധിയും പുത്രസുഖവും ഉണ്ടാകും. ധനലാഭം, ഭൂമിവർദ്ധനവ് എന്നിവയ്ക്ക് യോഗം കാണുന്നു. നയനരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ചതി പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സിദ്ധിക്കും. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. രോഗങ്ങൾ വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും അത്യധ്വാനം വേണ്ടിവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ആദിത്യനും, ജന്മത്തിലും ധനസ്ഥാനത്തുമായ ബുധശുക്രന്മാരും, കളത്രസ്ഥാനത്ത് ശനിയും, കർമ്മസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. സൈനിക അർദ്ധസൈനിക മേഖലകളിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുത്രഗുണം കുറയും. ദുഷ്പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദേഹസുഖം കുറയും. കോപം നിയന്ത്രിക്കണം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കും. രോഗം കുറയും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭാര്യയ്ക്ക് രോഗത്തിനും യാത്രാക്ലേശത്തിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും, ഭാഗ്യസ്ഥാനത്ത് കുജനും വ്യാഴവും, വ്യയസ്ഥാനത്ത് ആദിത്യനും, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്.
തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം. രോഗവർദ്ധനവിന് സാധ്യതയുണ്ട്. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത കാണുന്നു. ശത്രുനാശം, കാര്യവിജയം എന്നിവ ഉണ്ടാകും. ധാതുക്ഷയവും ശരീരസുഖക്കുറവും അനുഭവപ്പെടും. കുടുംബസുഖവും ഭാഗ്യപുഷ്ടിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ കുജനും വ്യാഴവും ലാഭസ്ഥാനത്ത് ആദിത്യനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. അനാവശ്യമായ ഭയം മനസ്സിനെ അലട്ടും. സഞ്ചാര തടസ്സം ഉണ്ടാകും. ധനലാഭവും മൃഷ്ടാന്നലാഭവും ഉണ്ടാകും. സന്താന ഗുണം കുറയും. വൈകാരികമായ ബന്ധനവും കഷ്ടപ്പാടുകളും അഭിമുഖീകരിക്കേണ്ടതായി വരും. ശത്രുശല്യം ഉണ്ടാകും. ജ്വരം, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയെ കരുതിയിരിക്കുക. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് കുജനും വ്യാഴവും കർമ്മസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖത്തിനും ധനനഷ്ടത്തിനും സാധ്യത. കളത്രസുഖം കുറയും. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും ഉണ്ടാകും. കർമ്മപുരോഗതി, സ്ഥാനമാനങ്ങൾ, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. മധുരവാക്കുകളിലൂടെ കാര്യലാഭം ഉണ്ടാകും. നിർഭയത്വവും സുഖഭോജനവും ഉണ്ടാകും. കാര്യവിജയം, ഭയം, യാത്രാക്ലേശം, രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ഭദ്രകാളി പ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് കുജനും വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് രവിയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. അപമാനം, ഭയം, കാര്യവിജയം, അനാരോഗ്യം എന്നിവ ഉണ്ടായേക്കാം. സ്ഥാനപ്രാപ്തി, അഭീഷ്ടസിദ്ധി, ധനലാഭം എന്നിവ സിദ്ധിക്കും. ശത്രുശല്യം വർദ്ധിക്കും. സ്വർണലാഭം ഉണ്ടാകും. സർവ്വകാര്യങ്ങളും അനുകൂലമാകും. പിതാവിനോ പിതൃതുല്യർക്കോ രോഗോപദ്രവം ഉണ്ടാകും. വാതരോഗങ്ങൾ അലട്ടാം. ധർമ്മപ്രവൃത്തികളിൽ ഏർപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ദുർഗാപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് കുജനും വ്യാഴവും അഷ്ടമത്തിൽ രവിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. വാക്തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സന്താന ഗുണം കുറയും. വിവാഹാർത്ഥികൾക്ക് ഉചിതമായ വിവാഹാലോചനകൾ വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾ സിദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം മൂലരോഗങ്ങൾക്ക് സാധ്യത. ധനപുഷ്ടി, ഐശ്വര്യം, ഗൃഹോപകരണ ലാഭം എന്നിവ ഉണ്ടാകും. ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ നടത്തിയാൽ ദോഷഫലങ്ങൾ കുറയും. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് കുജനും വ്യാഴവും കളത്രസ്ഥാനത്ത് രവിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. കുറച്ച് കഷ്ടപ്പെട്ടാലും ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. അധ്വാനം വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാൻ തടസ്സങ്ങൾ ഉണ്ടാവും. സുഖഹാനി, ബന്ധുയോഗം എന്നിവ കാണുന്നു. ഭാഗ്യസിദ്ധി, വസ്ത്രാഭരണ ലാഭം, കാര്യവിജയം എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് കുജനും വ്യാഴവും ശത്രുസ്ഥാനത്ത് ആദിത്യനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സം, ബന്ധുമിത്രാദികൾക്ക് രോഗം എന്നിവ അനുഭവിക്കേണ്ടി വരും. ധനവരവും സന്തോഷവും ഉണ്ടാകും. ഇഷ്ടജനവിരഹം അനുഭവിക്കേണ്ടതായി വരും. രോഗശമനം ഉണ്ടാകും. ശത്രുശല്യം കുറയും. കാര്യവിജയവും സൗഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക.